ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ സ്ഥാപക പ്രസിഡന്റും ഏജനെറ്റ് ചാനൽ എംഡിയുമായിരുന്ന ജോയ്ക്കുട്ടി എബ്രഹാം അനുസ്മരണ സമ്മേളനം ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഉളിക്കൽ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു. ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി സണ്ണി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ഒരു മലയോര മേഖലയുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ജനങ്ങളുടെ ഓരോ പ്രശ്നത്തിലും ഇടപെട്ടും അദ്ദേഹം ഈ നാടിൻ്റെ ഹൃദയം കവർന്ന ഒരു വ്യക്തിയാണ്. അത് നമുക്ക് ഓരോ ജനങ്ങളുടെയും ആവശ്യങ്ങളിൽ ജീവികാരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ചെയ്ത് ജനങ്ങളുടെ മനസ്സിൽ ചേക്കേറിയ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണ ദിനം നിങ്ങളെ സംബന്ധിച്ചൊക്കെ ഒത്തിരി വേദനാജനകമാണെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. പഞ്ചായത്ത് തലത്തിൽ മുൻ വർഷങ്ങളിൽ, അതായത് ഞാൻ മുൻ ഭരണസമിതിയിൽ ഉണ്ടായപ്പോൾ വിജയികളായ +2 SSLC കുട്ടികളെയൊക്കെ ആദരിക്കുന്ന നിമിഷങ്ങളിൽ അവരെ ആ ഒരു ടൈമിൽ നല്ലൊരു സംഭാവന നൽകിക്കൊണ്ട് നമ്മളെ ഒരുപാട് സഹകരിച്ച വ്യക്തിയാണ് എന്നതിലാണ് ഞാൻ കൂടുതൽ അദ്ദേഹത്തെ ആദ്യമായി മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നീട് നമുക്കറിയാം, ഈ മാധ്യമ രംഗത്ത് പ്രത്യേകിച്ചും പത്രപ്രവർത്തക യൂണിയൻ്റെ എന്തു പറഞ്ഞാലും ചിതറിക്കിടക്കുന്നവരെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഐക്യരൂപത്തോടെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് അദ്ദേഹം അതിനെ സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടായ മഹാവ്യക്തിത്വത്തിന് ഉടമയാണെന്ന് മനസ്സിലാക്കുകയാണ്. അതുപോലെ രാവിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സിന്റെ ആ മീറ്റിങ്ങിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ അണിനിരത്താൻ സാധിക്കുന്ന മഹത്തായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. കുറച്ച് രീതിയിൽ നല്ല വാർത്തകൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്ന ജനക്ഷേമപരമായ കാര്യങ്ങൾ മാധ്യമ രംഗത്ത് വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഏജനെറ്റ് ചാനലിനെ പ്രത്യേക അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്നേഹസ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഏറ്റവും ഹൃദയപൂർവ്വം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ജനങ്ങളെയും ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് തന്റെ കുടുംബത്തെയും ചേർത്ത് പിടിച്ചിരിക്കുന്ന നല്ലൊരു കുടുംബം എന്ന നിലയിൽ അവർക്ക് അവർ പറഞ്ഞതുപോലെ വലിയ ശൂന്യതയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് നിങ്ങളെയൊക്കെ സംബന്ധിച്ചറിയാം, മുഖത്ത് അതിൻ്റെ ഒരു ദുഃഖങ്ങൾ നെല്ലിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹം ചെയ്തു തന്ന സേവനപരമായ കാര്യങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും മുന്നോട്ട് ഇപ്പം എത്ര സാമ്പത്തികം ഉണ്ടായാലും അത് നന്മയാക്കി സമൂഹത്തിന് പൊതുനന്മയ്ക്കായി ഉപയോഗിക്കുന്ന നല്ല വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് ഈ നാടിന് അഭിമാനകരമാണ്. പത്രപ്രവർത്തന യൂണിയൻ അവരൊരു തീരുമാനമെടുത്തു. അതായത് നമുക്കറിയാം, ഡയാലിസിസ് പേഷ്യൻസിനെ കുറിച്ച് അറിയാം. പഞ്ചായത്തിൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അവരുടെ ഒരു ദിവസത്തെ ഒരു ചികിത്സ എന്ന് പറയുന്നത് പോലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു 22 വാർഡിനെ കണക്കെടുത്തുകൊണ്ട് കൂടുതൽ ആളുണ്ടെങ്കിൽ തന്നെ ഇത്രയും പേർക്ക് അതിൻ്റെ ഒരു ദിവസം ഇത്രയും ചെലവ് വഹിക്കുവാൻ ഇവർ കാണിച്ച മഹാമനസ്കതയ്ക്കും നന്മയ്ക്കും പ്രത്യേകമായ ഹൃദയത്തിന്റെ ഭാഷത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. കൂടുതൽ പ്രവർത്തനങ്ങൾ സാധിക്കുന്ന രീതിയിൽ മുന്നോട്ട് ചെയ്യുവാൻ സാധിക്കട്ടെ. അദ്ദേഹത്തോടുള്ള സ്മരണയുടെ അദ്ദേഹത്തോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ബഹുസ്ഫുരണമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനം. എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ചടങ്ങിൽ പ്രസ് ഫോറം സെക്രട്ടറി ഷിജോ സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. 1ാം ചരമവാർഷികം ആഘോഷിക്കുന്ന ഈ ചരമവാർഷികത്തിൻ്റെ ഈ അവസരത്തിൽ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതമാണ് എൻ്റെ കർത്തവ്യം. മലയോര മേഖലയിലെ ദൃശ്യമാധ്യമ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ജോയിച്ചേട്ടൻ്റെ വേർപാട് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ താങ്ങും തണലുമായിരുന്ന ജോയിച്ചേട്ടൻ 1 വർഷമായി ഞങ്ങളെ വിട്ടുപോയിട്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആ വിയോഗം ഞങ്ങളെ സംബന്ധിച്ച് ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയനിലെ അംഗങ്ങളെ സംബന്ധിച്ചവർക്ക് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ സമയത്ത് അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പ്രസ് ഫോറം പ്രസിഡന്റ് അബൂബക്കർ ഹാജി അധ്യക്ഷനായി. ജോയ്ക്കുട്ടി എബ്രഹാമിന്റെ സഹോദരി ലില്ലി അഗർവാൾ, ജില്ലാ പഞ്ചായത്ത് അംഗം ബേബി തോലാനി, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R. സുജി, ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി മുക്കനോലിൽ, മെമ്പർ ബെന്നി, വ്യാപാരി വ്യവസായി പ്രതിനിധികളായ ഷാജി, ബിനു, പ്രസ് ഫോറം പ്രതിനിധി സുരേഷ് കുമാർ K തുടങ്ങിയവർ അനുസ്മരണം അറിയിച്ച് സംസാരിച്ചു. എല്ലാവരും നിങ്ങൾ പ്രിയപ്പെട്ടവരാണ്. ജോയിച്ചാൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ജൂൺ മാസം 9-ാം തീയതി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായ ജോയിച്ചാൻ നമ്മളെ വിട്ടിട്ട് ശൂന്യതയിലാക്കി ഈ ലോകത്തിൽ നിന്നും ഇവിടെ പറഞ്ഞതിൻ്റെ 1ാം വാർഷികം. ഈ മെമ്മോറിയൽ സർവീസ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്ന പുള്ളിയെക്കുറിച്ച് പറയാനും സംസാരിക്കാനും പുള്ളി ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെ അനുസ്മരിക്കാനുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പത്രപ്രവർത്തക യൂണിയനിൽ അല്ലെങ്കിൽ മീഡിയയിൽ ജോയിച്ചാൻ്റെ സ്വാധീനം വളരെ വിലയേറിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സംരംഭത്തിന് തുടക്കമിടുകയും പിൻഗാമികൾക്ക് വഴികാട്ടി കൊടുക്കുകയും ചെയ്ത ഒരു സംഭവമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
പുള്ളി കാണിച്ചു പഠിച്ച മാതൃകയും തുറന്നു വന്ന ഒരു പ്രസ്ഥാനവും നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ ദേശവാസികളുടെയും നന്മയ്ക്കായിട്ട് ഭവിക്കട്ടെ. ഞങ്ങൾ ഐരാണിത്തറ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നിൽക്കാനാവാത്ത ഒരു ശൂന്യത സ്ഥാപിച്ചിട്ടാണ് ജോയിച്ചാൻ്റെ ഇവിടെ വന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ 6 പേരാണ്. ഞങ്ങളുടെ 5 പേരുടെയും ഏക സഹോദരൻ എൻ്റെ നേരെ മൂത്ത ആളായിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് ഇച്ചിരി കൂടുതൽ അടുപ്പവും അടിപിടിയും തല്ലിപ്പിടിയും കൂട്ടും സ്നേഹവും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അമേരിക്കയിലായിരുന്നു 34 വർഷമായി. ഇതിനിടയിൽ ഞാനൊരു 40 പ്രാവശ്യം ഇന്ത്യക്ക് വന്നിട്ടുണ്ടാവും. ജോയിച്ചാനില്ലാത്തതിൻ്റേതായിട്ടുള്ള ആ ശൂന്യത ലിസിക്കും എൻ്റെ നാത്തും ലിസിക്കും കുഞ്ഞുങ്ങൾക്കും ഓരോരോ സ്റ്റെപ്പിൽ അവർക്ക് എന്തൊരു ആവശ്യം വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഇതാണ് ഞാൻ അവിടെ ഉണ്ടാകണം, ആരെങ്കിലും ഉണ്ടാകണം എന്നുള്ളതിലാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരും തുടങ്ങി വെച്ച ഈ പ്രസ്താവനത്തെ നന്മയ്ക്കായിട്ടും എല്ലാവരുടെയും ഗുണത്തിനായിട്ടും നിങ്ങളുടെയും ഗുണത്തിനായിട്ടും സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും തുടർന്നു കൊണ്ടുപോവുക. ഇന്ന് ഇവിടെ നിങ്ങൾക്ക് വരാൻ സാധിച്ചതിൽ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ബിസി സ്കെഡ്യൂളിൽ നിന്ന് സമയമെടുത്തിവിടെ വന്നതിൽ ഞങ്ങൾ കൃതജ്ഞരാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാമൂഹിക സാംസ്കാരിക മാധ്യമരംഗത്ത് സജീവമായിരുന്ന ഐരാണിത്തറയിൽ ജോയ്ക്കുട്ടി എബ്രഹാം വിടവാങ്ങിയതിൻ്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ഓരോരുത്തരും അനുസ്മരണം അറിയിച്ചു. തുടർന്ന് ഉളിക്കൽ പഞ്ചായത്തിലെ ഡയാലിസിസ് രോഗികൾക്ക് കുടുംബാംഗങ്ങൾ ധനസഹായം വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ബേബി തോലാനിയിൽ നിന്ന് ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി സണ്ണി ധനസഹായം ഏറ്റുവാങ്ങി. തുടർന്നും ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായങ്ങൾ ചെയ്തു നൽകുമെന്നും കുടുംബാംഗങ്ങൾ ചടങ്ങിൽ അറിയിച്ചു. പ്രസ് ഫോറം ഉപദേശക സമിതി അംഗം ഗോവിന്ദൻ PC ചടങ്ങിൽ നന്ദി പറഞ്ഞു. ആദ്യമായി ജോയിച്ചാൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഐരാണിത്തറ കുടുംബം ഞങ്ങളെല്ലാം അറബിയിലാണ് ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിരുന്നത്. 48 വർഷത്തെ പരിചയം എനിക്ക് ആ കുടുംബവുമായിട്ടുണ്ട്. 78-ലാണ് ഞാൻ അന്ന് മലബാറിൽ വരുന്നത്. ആ കാലഘട്ടത്തിൽ അന്ന് അവിടെ അറബി ടൗണിൽ ഒരു കച്ചവടമുള്ളത് ഐരാണിത്തറ അച്ചായനാണ്. പുള്ളിക്കാണ് ഒരു പലവ്യഞ്ജന സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു നല്ല കടയുള്ളത് ഐരാണിത്തറ കുഞ്ഞാട്ടൻ എന്ന് വിളിക്കുന്ന അച്ചായനാണ്. അമ്മാമ്മയാണെങ്കിലും മറ്റ് ആ കുടുംബാംഗങ്ങളുമായിട്ടുമെല്ലാം നല്ല പരിചയമുണ്ട്. ഞങ്ങൾ വരുന്ന കാലം തന്നെ ആ കാലഘട്ടത്തിനടുത്താണ് ലിലി അങ്ങോട്ട് പോകുന്ന സാഹചര്യം. ബാക്കി ആലീസും സാലിയും ലൈലാമ്മയും എല്ലാം ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെ കഴിഞ്ഞ ഒരു കുടുംബമാണ്. ജോയിച്ചാനെ കുറച്ചു കാലം ഗൾഫിലേക്ക് പോയി തിരിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് ആർക്കും പരിചിതമല്ലാത്ത അക്കാലത്ത് മാത്രം ഇങ്ങനെ പല സ്ഥലങ്ങളിലും തുടങ്ങി വെച്ച ഒരു ചാനലിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങുന്നത്. ഈ ചാനൽ എന്താണെന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷെ മലയോര മേഖലയിലെ മലമ്പ്രദേശങ്ങളിലെ ആളുകളുടെ വിവരങ്ങൾ പുറത്തറിയാനും അവരുടെ വാർത്തകൾ അവരവർക്ക് അന്നന്ന് കിട്ടുവാനും ഒക്കെയായി ധൈര്യപൂർവ്വം ജോയിച്ചാൻ മുൻകൈ എടുത്തുകൊണ്ട് ഉളിക്കലിൽ ആരംഭിച്ച AJ-നെറ്റ് നമുക്കറിയാം. പിന്നീട് അത് വളർന്ന് പന്തലിച്ച് നമ്മുടെ ഈ മേഖലയിൽ മുഴുവനുമുള്ള ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ മാധ്യമമായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ പ്രാരംഭത്തിൽ ഇത് കൊണ്ടുപോകാൻ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. പല ഘട്ടത്തിലും ഇത് നിന്നു പോകുമെന്ന് വിചാരിച്ച സമയമുണ്ട്. ആ പ്രതിസന്ധികളെല്ലാം ധൈര്യപൂർവ്വം തരണം ചെയ്തുകൊണ്ട് AJ-നെറ്റ് ചാനലിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഒരു പ്രത്യേക സംസ്കാരം ഉണ്ടാക്കിയെടുക്കുവാനും എനിക്ക് തോന്നുന്നു നമ്മുടെ മേഖലകളിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും നമ്മുടെ കർഷകരും കർഷക തൊഴിലാളികളും നമ്മുടെ ഈ നാട്ടിലെ മറ്റുള്ളവരും വ്യാപാരികളും സുഹൃത്തുക്കളും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അനുഭവിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് സത്യമായിട്ടൊരു നേർചിത്രം നമ്മുടെ അധികാരികൾക്കും സമൂഹത്തിനും പ്രദാനം ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു നല്ല പ്രവർത്തനമാണ് AJ-നെറ്റ് ഇവിടെ നടത്തി വരുന്നത് എന്നെനിക്ക് പറയാൻ സാധിക്കും. അതിന് കാരണമായത് പ്രിയപ്പെട്ട ജോയിച്ചാൻ്റെ വലിയ കാഴ്ചപ്പാടിനോടുള്ള പ്രവർത്തനമാണ് എന്ന് നമുക്കറിയാം.